ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാം. ഇന്ന് ലോക പുസ്തക ദിനമാണ്. വിശ്വസാഹിത്യ വേദികളെ അങ്ങേയറ്റം ത്രസിപ്പിച്ച, ഇന്നും അങ്ങേയറ്റം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനം കൂടിയാണ് ഏപ്രിൽ 23. അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇന്നത്തെ ദിവസം ലോക പുസ്തക ദിനമായി കൊണ്ടാടുന്നത്. അതീന്ദ്രിയം എന്ന ചാനലും ഈ ദിവസവും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സാധാരണയായിട്ട് അതീന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുന്നവർ പറയുന്ന ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ജന്മാന്തര യാത്രകളെക്കുറിച്ചും അതീന്ദ്രിയ അനുഭവങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഇറങ്ങുന്ന പലർക്കും പ്രചോദകമാകുന്ന അല്ലെങ്കിൽ വഴികാട്ടിയാകുന്ന ഒരു പുസ്തകത്തിനെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. മിയാമി സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം ഹെഡായ ഡോക്ടർ ബ്രയാൻ എൽ വെയ്സ് അദ്ദേഹത്തിൻ്റെ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ ബ്രയാൻ എൽ വെയ്സിൻ്റെ നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന പുസ്തകം. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ പറയുന്നത്, ഏത് കാര്യം സംഭവിക്കുന്നതും ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്കറിയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രശസ്തമായ ഒരു തിയറിയാണത്, കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന തിയറി. എന്ത് തന്നെ സംഭവിക്കുന്നെങ്കിലും അതിൻ്റെ പിറകിൽ ഒരു കാരണം വേണം എന്നുള്ള ഒരു സെൻറ്റൻസോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ബ്രയാൻ എൽ വെയ്സ്, MD സൈക്കോളജി, കൊളംബിയ സർവകലാശാല ന്യൂയോർക്കിൽ നിന്നും 1966 ഞാൻ ആദ്യ ബിരുദം നേടി. പിന്നീട് യേൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിൽ നിന്നും സൈക്കോളജിയിൽ 1970 MD പാസ്സായി. ന്യൂയോർക്ക് സർവകലാശാലയിലെ മെഡിക്കൽ സെൻറ്ററിൽ നിന്നും ഇന്റേൺഷിപ്പ് കരസ്ഥമാക്കിയതിനു ശേഷം യേൽ സ്കൂളിലേക്ക് ഞാൻ തിരിച്ചു വന്നു. യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗിൽ ഫാക്കൽറ്റി മെമ്പറായി. 2 വർഷത്തിന് ശേഷം മിയാമി സർവകലാശാലയിലെ മനഃശാസ്ത്രവും മരുന്നും എന്ന വിഭാഗത്തിൻ്റെ തലവനായി ഞാൻ ഉദ്യോഗം സ്വീകരിച്ചു. ഈ സ്ഥാനത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ ജീവശാസ്ത്ര, മനഃശാസ്ത്രവും മരുന്നുകളുടെ ദുരുപയോഗവും എന്ന വിഷയത്തിൽ ഞാൻ നടത്തിയ ഗവേഷണങ്ങൾ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായി എന്നെ അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് സൈക്യാട്രിയായി പ്രൊമോട്ട് ചെയ്യുകയും പിന്നീട് മിയാമി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ മനഃശാസ്ത്ര വിഭാഗത്തിൻ്റെ തലവനായി സ്ഥാനക്കയറ്റം നൽകി ആദരിക്കുകയും ചെയ്തു. ഇതാണ് ഡോക്ടർ ബ്രയാൻ എൽ വെയ്സിൻ്റെ ജീവിതരേഖ. അപ്പോൾ ഇതാണ് ബ്രയാൻ എൽ വെയ്സിനെ കുറിച്ചുള്ള ഒരു ചുരുക്കം. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് തലങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലകളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. പാരാസൈക്കോളജിയിൽ അമേരിക്കയിലെ ചില പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ നടത്തിയിരുന്ന ഗവേഷണങ്ങളെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ എനിക്ക് അല്പം പോലും താല്പര്യം തോന്നിയിരുന്നില്ല. ഒരുപക്ഷെ പല പ്രാവശ്യങ്ങളായി നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത് വായിച്ചിട്ടുണ്ടാകാം. ഈ പുസ്തകം DC ബുക്സ് ആണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പുസ്തകം എന്ന് പറയുന്നത് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. കാതറീൻ എന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം എപ്രകാരത്തിലാണ് ഡോക്ടർ ബ്രയാൻ എൽ വെയ്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചത് എന്ന് സവിസ്തരം അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. പക്ഷെ കാതറീനെ കണ്ട ശേഷം എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറിമറഞ്ഞു. അത് മാത്രമല്ല, അരൂപികളായ വളരെ വികാസം പ്രാപിച്ച ചില ദേവതമാരുടെ വാഹിനിയായി കാതറീൻ ചിലപ്പോഴൊക്കെ മാറുകയും ചെയ്തു. കാതറീനിൽ കൂടി ആ അരൂപികൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പല വിവരങ്ങളും എന്നെ അറിയിക്കാനും തുടങ്ങി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതിനേക്കാൾ വളരെ കൂടുതൽ കാര്യങ്ങൾ മനുഷ്യ മനസ്സിൽ അന്തർലീനമായിട്ടുണ്ട്. ഒരുപക്ഷെ ഉപബോധ മനസ്സിൽ കാതറീൻ അവളുടെ പൂർവ്വജന്മത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിച്ചു വച്ചിരുന്നതായിരിക്കാം. അല്ലെങ്കിൽ കോൾ യുങ് എന്ന വിഖ്യാതനായ മനഃശാസ്ത്രജ്ഞൻ പ്രതിപാദിച്ചിട്ടുള്ള ഉറങ്ങുന്ന സമൂഹബോധത്തെ, മനുഷ്യരാശിയുടെ മൊത്തമായ ബോധമെന്ന ഒരുതരം ഊർജം അവൾ ആവാഹിച്ചെടുത്തിട്ടുണ്ടാവണം. ശാസ്ത്രലോകം ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ബ്രയാൻ വെയ്സ് പറയുന്നു, എല്ലാ സംഭവങ്ങളെക്കുറിച്ചും എഴുതുവാൻ എനിക്ക് 4 വർഷം വേണ്ടി വന്നു. തൊഴിൽപരമായി ഉണ്ടായേക്കാവുന്ന ആപത്തിനെ നേരിടാനുള്ള ധൈര്യം സംഭരിക്കുവാനും യാഥാസ്ഥിതികതയ്ക്കെതിരായി കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനുമായി മറ്റൊരു 4 വർഷം കൂടി വേണ്ടി വന്നു. അങ്ങനെ കാതറീനുമായുള്ള അഭിമുഖം കഴിഞ്ഞ് 1980-കളിൽ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു പുസ്തകമായി പുറത്തു വന്നത്. ഈ പുസ്തകത്തിന് ശേഷം ഇതിൻ്റെ സീരീസായിട്ട് മറ്റ് 5-6 പുസ്തകങ്ങൾ കൂടി അദ്ദേഹം ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓൺലി ലവ് ഈസ് റിയൽ എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ സെയിം സോൾ,
മെനി ബോഡീസ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഈ സെയിം സോൾ മെനി ബോഡീസ് എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ അവൈലബിൾ ആണ്. ഒരേ ആത്മാവ് നിരവധി ശരീരങ്ങൾ എന്നുള്ള പേരിൽ അത് മലയാളത്തിൽ ലഭിക്കും. അതുപോലെ തന്നെയാണ് മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ ധാരാളം പുസ്തകങ്ങൾ ഡോക്ടർ ബ്രയാൻ എൽ വെയ്സിൻ്റെതായിട്ട് ഉണ്ട്. ഇപ്പോഴും ഈ ഒരു പ്രക്രിയയിലൂടെ ജന്മജന്മാന്തരങ്ങളെ കൂട്ടിയിണക്കുന്ന ഓർമ്മകളുടെ പാടുകളെ അന്വേഷിച്ചുകൊണ്ട് ഈ മഹാനായ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പ്രയാണം മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു. കാതറിൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, മരണശേഷം അവൾ ശരീരത്തിന് മുകളിലൂടെ ഒഴുകുകയാണ് എന്നോട് പറഞ്ഞു. ഡോക്ടർ റെയ്മണ്ട് മൂഡിയുടെ മരണാസന്ന രോഗികളുടെ പഠനത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുമായി സാദൃശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ശാസ്ത്രീയ പ്രബന്ധങ്ങൾക്ക് വേണ്ടി അത്യധികം ആകാംക്ഷയോടുകൂടി അമേരിക്കയിലെ പല മെഡിക്കൽ ലൈബ്രറികളിലും ഞാൻ കയറിയിറങ്ങി. അതിൻ്റെ ഫലമായി വെർജീനിയ സർവകലാശാലയിലെ മനോരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജയാൻ സ്റ്റീവൻസൺ MD-യുടെ പുനർജന്മത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ലേഖനം എനിക്ക് ലഭ്യമായി. ഡോക്ടർ സ്റ്റീവൻസൺ 2000 കുട്ടികൾക്കുണ്ടായ പുനർജന്മ ഓർമ്മകളെക്കുറിച്ച് സവിസ്തരം പഠിച്ചിരുന്നു. അവരിൽ പലരും നാളിതുവരെ പഠിക്കാത്തതും യാതൊരു ബന്ധവുമില്ലാത്ത മറുഭാഷകൾ ചിലപ്പോഴൊക്കെ സംസാരിക്കുന്നവരായിരുന്നു. എഡ്ഗർ മിച്ചലിൻ്റെ ശാസ്ത്രീയമായ പ്രബന്ധവും ഞാൻ വായിച്ചു. ഡ്യൂക്ക് സർവകലാശാലയിലെ അതീന്ദ്രിയ ജ്ഞാനത്തെ ESP എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെ കുറിച്ചുള്ള നിലവിലുള്ള രേഖകൾ വായിച്ചു. ബ്രൗൺ സർവകലാശാലയിലെ പ്രൊഫസർ CJ ഡ്യൂക്കാസിന്റെ പേപ്പറുകൾ വായിച്ചു. ഡോക്ടർ മാർട്ടിൻ എബോൺ, ഡോക്ടർ ഹെലൻ വംബാക്ക്, ജെർട്ടഗുഡ് ഷിമൻഡർ, ഡോക്ടർ ഫ്രെഡറിക് ലെൻസ്, ഡോക്ടർ എട്ട് ഫിയോർ എന്നിവരുടെ പ്രബന്ധങ്ങൾ സവിസ്തരം പഠനവിധേയമാക്കി. കൂടുതൽ വായിക്കും തോറും ഇനിയും കൂടുതൽ വായിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മനുഷ്യ മനസ്സിനെ കുറിച്ച് സാമാന്യം നല്ല അറിവുണ്ടായിരുന്നു എന്ന് സ്വയം ധരിച്ചിരുന്ന എനിക്ക് തെറ്റിപ്പോയിരുന്നു. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിഗൂഢമായ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഈ നിഗൂഢമായ കലവറയെ തുറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താക്കോലാണ് ഈ പുസ്തകം. തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിനെ വളരെയേറെ സ്വാധീനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് വെറുതെ പറഞ്ഞു കളയുക മാത്രമാണ് ചെയ്യുന്നത് കർമ്മ എന്ന് പറയുന്നത്. എന്നാൽ കാർമിക് ഡെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ കർമ്മ തിയറി എന്ന് പറയുന്നത് എന്താണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ പുസ്തകം നമ്മെ സഹായിക്കും. കാതറിൻ എന്ന മോഡലായ ഒരു പെൺകുട്ടി അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്ന 86 ജന്മങ്ങൾ ഡോക്ടർ ബ്രയാൻ എൽ വെയ്സിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ അതെല്ലാം തന്നെ മനുഷ്യജന്മങ്ങളാണ്. കാരണം അനിമൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഗതി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് അനിമൽ മെമ്മറി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അതായത് മൃഗങ്ങളായി ജനിച്ച കാലഘട്ടങ്ങൾ എന്തുകൊണ്ട് ഓർക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഒരാളുടെ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് അല്ലെങ്കിൽ പഠന വിഷയങ്ങൾക്ക് ഉപോദ്ബലകമാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഇവരുടെ പുനർനവീകരണ പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഓർമ്മകൾ ആവശ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും, പക്ഷെ ആ ടൈം എന്ന് പറയുന്നത് എപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെ ബ്ലാങ്കായി കിടക്കുന്നത് കാണാൻ പറ്റും. പല എഥനിക് ഗ്രൂപ്പുകളിൽ, പല രാജ്യങ്ങളിൽ, പല സംസ്കൃതികളിൽ, പല കാലഘട്ടങ്ങളിൽ പുരുഷനായും സ്ത്രീയായും ഒക്കെ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ കാതറിൻ ഈ പുസ്തകത്തിൽ നമുക്ക് വെളിവാക്കി തരുന്നത്. കാതറിൻ്റെ അനുഭവത്തിലൂടെ ഡോക്ടർ ബ്രയാൻ എൽ വെയ്സ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും നടക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്നുള്ള ശുഭകരമായ ഒരു വാർത്തയാണ് നമുക്കിവിടെ കിട്ടുന്നതെന്നാണ്. കൂടുതൽ കൂടുതൽ അനുഭവങ്ങളിലൂടെ, കൂടുതൽ കൂടുതൽ പഠനങ്ങളിലൂടെ നമുക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കുന്നു എന്നുള്ള ഒരു തത്വമാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നതെന്നാണ്. എന്നാൽ പല സംസ്കൃതികളിലും സംസ്കാരങ്ങളിലും നിലനിന്നിരുന്ന പുനർജന്മ സിദ്ധാന്തം എപ്രകാരത്തിലാണ് തമസ്കരിക്കപ്പെട്ടതെന്നും എപ്രകാരത്തിലാണ് അത് മറ്റു ചില സമൂഹ മേലാളന്മാർക്ക് അനഭിമതമായി തീർന്നതെന്നും അവർ മനുഷ്യനെ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധികൾ കണ്ടെത്തിയപ്പോൾ ബോധപൂർവം അവർ ഇത് മറന്നു കളഞ്ഞതാണെന്നും ഒക്കെ പറയുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ വളരെയേറെ ആകർഷിക്കുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ ബ്രയാൻ എൽ വെയ്സിൻ്റെ മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. 3-ാമത്തെ അധ്യായത്തിൽ ഡോക്ടർ ബ്രയാൻ എൽ വെയ്സ് പറയുന്നു, കൊളംബിയ സർവകലാശാലയിൽ പഠിക്കുമ്പോൾ വിവിധ മതങ്ങളുടെ താരതമ്യ പഠനം എന്നൊരു പേപ്പർ ഞാൻ ചെയ്തിരുന്നു. ക്രിസ്തീയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. AD 325 റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണാധിപനായ മഹാൻ കോൺസ്റ്റന്റൈനും അദ്ദേഹത്തിൻ്റെ മാതാവ് ഹെലനും കൂടി പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിരുന്ന പുനർജന്മ സിദ്ധാന്തത്തെ മടിയില്ലാതെ നീക്കം ചെയ്തു. AD 553 സമ്മേളിച്ച 2ാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ യോഗം പ്രസ്തുത തിരുത്തലിന് പ്രാബല്യം നൽകുകയും ചെയ്തു. കൂടാതെ പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മതനിന്ദയായി പ്രഖ്യാപിച്ചു.
മനുഷ്യമോചനത്തിന് പുനർജന്മ സിദ്ധാന്തം കൂടുതൽ സമയം കൊടുക്കുന്നുണ്ടെന്നും തദ്വാര മനുഷ്യരിലുള്ള സഭയുടെ നിയന്ത്രണം ബലഹീനപ്പെടുകയും ചെയ്യും എന്നവർ കണക്കുകൂട്ടി. ക്രിസ്തീയ മതസഭയുടെ ആദ്യകാലത്തിലെ പുരോഹിതൻ പുനർജന്മ സിദ്ധാന്തം അംഗീകരിച്ചിരുന്നതായി കാണുന്നു. ആദ്യകാല നൗസ്റ്റിക്കുകൾ അല്ലെങ്കിൽ തത്വവാദികൾ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ഒറിഗിൻ, സെന്റ് ജെറോമിയ പോലുള്ളവർ പൂർവ്വകാലത്തിൽ ജീവിച്ചിരുന്നെന്നും ഇനിയും പുനർജനിക്കുമെന്നും വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, ജൂതനായ ഞാൻ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. എൻ്റെ ആദ്യകാല മതപരമായ പരിശീലനങ്ങൾ മരണശേഷം നിലനിൽക്കുന്ന ആത്മാവിൻ്റെ തുടർച്ചയെക്കുറിച്ച് അവ്യക്ത രൂപത്തിൽ പറഞ്ഞിരുന്നു. എങ്കിലും എനിക്ക് പ്രസ്തുത ആശയം വിശ്വാസത്തിലെടുക്കാനായില്ല. ഡോക്ടർ ബ്രയാൻ എൽ വെയ്സിൻ്റെ മകൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയതാണ്. അപ്പോൾ ആ മരിച്ചുപോയതിന് കാരണം വളരെ വിചിത്രമായുള്ള ഒരു ശരീരത്തിൻ്റെ ഡിസോർഡർ കൊണ്ടായിരുന്നു. അതിന് സാധാരണ പറയുന്നത് ചിക്കൻ ഹാർട്ട് എന്നാണ് പറയുന്നത്. അതായത് ജന്മന തന്നെ ഹൃദയം എതിർദിശയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി അധിക നാൾ ജീവിച്ചിരുന്നില്ല. അവരുടെ ജീവിതത്തിലെ വളരെ നിഗൂഢമായ ഒരു രഹസ്യമായിട്ട് ബ്രയാൻ വെയ്സ് കരുതിയിരുന്ന ഈ സംഗതി അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ഒരു സെഷനിൽ ഈ കാതറീൻ വെളിപ്പെടുത്തുന്നു. ആ കുട്ടിയുടെ ആത്മാവ് കാതറീൻ്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അതുപോലെ തന്നെയായിരുന്നു ബ്രയാൻ വെയ്സിൻ്റെ അച്ഛനും. അപ്പോൾ ഈ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ബ്രയാൻ വെയ്സിൻ്റെ കണ്ണുകൾ തുറപ്പിച്ചതെന്നാണ്. കാതറീനുമായിട്ടുള്ള ഒരു സെഷനിൽ നിന്ന് അവരെന്നോട് പറയുന്നു, അനേകം ദൈവങ്ങളുണ്ടെന്ന്. കാരണം ദൈവം നമ്മൾ ഓരോരുത്തരിലും അന്തർലീനമാണത്രേ. നിങ്ങളുടെ പിതാവ് ഇവിടെയുണ്ട്. അതോടൊപ്പം ഒരു കൊച്ചുകുട്ടിയായ നിങ്ങളുടെ മകനുമുണ്ട്. പിതാവ് പറയുന്നു, നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിയുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ആവ്റോം എന്നാണ്. നിങ്ങളുടെ മകളുടെ പേരും അതുതന്നെയാണ്. ഹൃദയാഘാതമായിരുന്നു പിതാവിൻ്റെ മരണകാരണം. നിങ്ങളുടെ മകൻ്റെ ഹൃദയം ഒരു കോഴിക്കുഞ്ഞിൻ്റേത് പോലെയായിരുന്നു. പുറകോട്ട് തിരിഞ്ഞിരുന്നു ആ ഹൃദയം. സ്നേഹം കൊണ്ട് അവൻ നിങ്ങൾക്കായി ഒരു വലിയ പരിത്യാഗം ചെയ്തിരിക്കുന്നു. അവൻ്റെ ആത്മാവ് വളരെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ശൈശവത്തിലുള്ള അവൻ്റെ മരണം മാതാപിതാക്കളുടെ കടങ്ങൾ വീട്ടിയിരിക്കുന്നു. വേറൊരു കാര്യം കൂടി അവൻ നിങ്ങൾക്ക് കാട്ടിത്തന്നു. മരുന്നുകൾക്ക് ഒരു പരിധിവരെ മാത്രമേ പോകാൻ കഴിയൂ എന്ന വസ്തുത. കേവലം 23 ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ആഡം എന്ന ആൺകുട്ടി മരിച്ചു പോയിരുന്നു. 1971 സംഭവിച്ച ഈ മരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ആശുപത്രിയിൽ നിന്നും വീട്ടിൽ കൊണ്ടുവന്ന ശേഷം 10 ദിവസത്തിനകം ശ്വാസകോശ രോഗം പിടിപെട്ട് എൻ്റെ കുഞ്ഞ് ഛർദ്ദിക്കുവാൻ തുടങ്ങി. അതൊരു അപൂർവ രോഗമായിരുന്നു. 10 ലക്ഷം നവജാത ശിശുക്കളിൽ ഒരു കുഞ്ഞിന് പ്രസ്തുത രോഗം പിടിപെടാറുണ്ട്. പ്രാണവായു കലർന്ന രക്തധമനിയായ പൾമനറി വെയിൻ തെറ്റായ ദിശയിൽ കൂടി കടന്ന് ഹൃദയത്തിൻ്റെ എതിർഭാഗത്താണ് ഘടിപ്പിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഹൃദയം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ശിശു ജനിക്കുന്നത്. അപൂർവത്തിൽ അപൂർവമായ ഒരു ജനനം. ബ്രയാൻ വെയ്സ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ജനിക്കാൻ തീരുമാനിച്ച് കേവലം 23 ദിവസം കഴിഞ്ഞ് മരിച്ചുപോയത് ഞങ്ങളുടെ കാർമ്മിക ബാധ്യതകൾ തീർത്തു തരുവാൻ വേണ്ടിയായിരുന്നു. ശാസ്ത്രീയമായി വിശകലനം ചെയ്യപ്പെട്ട പുനർജന്മത്തിൻ്റെ അനേകായിരം കേസുകൾ, പ്രത്യേകിച്ച് പരിശീലനമോ അറിവോ ഇല്ലാതിരുന്ന കുട്ടികൾ അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറുഭാഷകൾ സംസാരിക്കുന്നതും പൂർവ്വജന്മത്തിൽ സംഭവിച്ചതെന്ന് പറയപ്പെടുന്ന മുറിവുകൾക്കും മറ്റും അതേ സ്ഥാനത്ത് കാണപ്പെടുന്ന അടയാളങ്ങൾക്കും ഒന്നും വിശദീകരണമില്ല. അതീന്ദ്രിയ ജ്ഞാനം. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാകാറുണ്ട്. ചില ആളുകളിൽ സൈക്കിക് കേപ്പബിലിറ്റീസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ വളരെ കൗതുകത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്ന വിഷയം, അതായത് പുനർജന്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശാനായി ഈ പുസ്തകം നിങ്ങൾക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 5-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങളൊരു സെഷൻ്റെ ഇടയ്ക്കായിരുന്നു. കാതറിൻ വിശ്രമത്തിന് ശേഷം നിദ്രയിലേക്ക് തിരിച്ചു പോവുകയും തത്സമയം ഒരു ക്ഷേത്രത്തിൽ കാണുന്ന പ്രതിമകളെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. ഞാൻ ജാഗരൂകനായി ശ്രദ്ധിക്കാൻ തുടങ്ങി. പൂർവ്വജന്മത്തിൽ ഏഷ്യയിൽ എവിടെയോ ഒരു പുരാതനമായ സ്ഥലത്തായിരുന്നു കാതറിൻ ജീവിച്ചിരുന്നത്. അവൾ പൂർവ്വജന്മത്തെക്കുറിച്ച് മന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മഹാഗുരുക്കന്മാരുടെ ചിന്തയിലാണ്ടുപോയി. ഇടക്കാല വിശ്രമത്തിനായി 2 ജന്മങ്ങൾ വേണം. ജന്മം, മരണം, ഇടക്കാല വിശ്രമം, പുനർജന്മം. ഇതായിരുന്നു പ്രക്രിയ. അവൾ പറഞ്ഞു, ഒരിക്കലും നേരിട്ട് ഇടക്കാല വിശ്രമം സാധിച്ചിരുന്നില്ല. ഇടക്കാല വിശ്രമത്തിലാണ് ഇടക്കാല ഗുരുക്കന്മാരുമായി സമ്പർക്കമുണ്ടാകുന്നത്. അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യർ പറയുന്നതും ഇതുതന്നെയാണ്. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേശയനം. അപ്പോൾ നമ്മൾക്ക് മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മൾ പൂർണ്ണമായും വാതിലടച്ച് ഒന്നിനെയും ബന്ധിക്കാതിരിക്കുക. പുനർജന്മങ്ങളുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ തരാൻ പോകുന്നത് പുതിയ പുതിയ സാധ്യതകളാണ്, അല്ലെ മറ്റാർക്കും നമുക്ക് തരാൻ കഴിയാത്ത വാഗ്ദാനങ്ങളാണ്, അല്ലെങ്കിൽ അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്.
ഓരോ ജന്മവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോരോ അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആത്മാക്കൾ വരുന്നു, ആത്മാക്കൾ പോകുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ എനർജി കണ്ടിന്യൂത്തിൽ നമുക്ക് വിശ്വസിക്കാം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ.